അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നാളെ ഒരു ദിവസം കൂടെ ഉള്ളു. ഞാൻ നാളെ വൈകിട്ട് എനിക്ക് പോകണം, ബസ്സിന് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഈ വർഷം കൂടെ അതിനെക്കുറിച്ച് പറയാൻ ഓർത്തു. എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് ഓർത്തിട്ടാണ്. ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യം തന്നെ നമുക്ക് വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ട് കാണുക. നമ്മുടെ വീഡിയോയ്ക്ക് പൊതുവെ ഇപ്പം വന്നൊന്ന് ലൈക്ക് കുറവാണ്. എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണുക കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്, ഇനിയിപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെ ഒക്കെ റിസൾട്ട് വരുമല്ലേ. 10ാം ക്ലാസ്സിൽ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 ദിവസത്തിൻ്റെ റിസൾട്ടൊക്കെ ഒരു കൊണ്ടുവരണേ. ഡേറ്റ് ഒക്കെ പറഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ +2ൻ്റെ റിസൾട്ട് ഉടനെ വരും. അപ്പം 10ാം ക്ലാസ് പാസ്സാവുന്നതിൽ മാക്സിമം എല്ലാവരും സയൻസ് എടുക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് എടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിന് തന്നെ പോവുക. പിന്നെ നല്ല മാർക്കുള്ള പിള്ളേർ സയൻസ് എടുക്കുവാണെങ്കിൽ, സയൻസ് പഠിക്കുവാണെങ്കിൽ ഒരുപാട് മിക്ക കോഴ്സിനും ചോദിക്കുന്നത് സയൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. കൊമേഴ്സ് എടുക്കുവാണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് കോഴ്സൊക്കെ പഠിക്കാം. ഡിഗ്രി ഒക്കെ പഠിച്ച് PG ഒക്കെ എടുത്ത് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കോമേഴ്സ് ഒക്കെ എടുത്ത് പോവുക. പിന്നെ അക്കൗണ്ട് സെക്ഷനൊക്കെ ബാങ്കൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ കോമേഴ്സ് പരമായിട്ടൊക്കെ പോവുക. കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് പഠിക്കുക. പിന്നെ ഇപ്പം ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സയൻസാണ് ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സയൻസ് എടുക്കും. ഇവരെല്ലാവരും വീട്ടിൽ അമ്മയും പപ്പായും ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആകുന്ന പറയും സയൻസ് എടുത്ത് പഠിക്കുക, സയൻസ് എടുത്ത് പഠിക്കണം. എനിക്ക് എക്കണോമിക്സിനോട് താല്പര്യം കൂടുതലായിട്ട് ഞാനിപ്പോൾ കോമേഴ്സ് എടുക്കാൻ പോകും. അല്ലെങ്കിൽ എനിക്കിപ്പോൾ BSc നഴ്സിംഗ് പഠിക്കായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം പറ്റി ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, സാരില്ല, കിട്ടുക. അപ്പം പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരാൻ പോകുന്നത് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല മാർക്കൊക്കെ മേടിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ ഏത് കോഴ്സിന് BBA ഡിഗ്രി ഒക്കെ പോകുന്നവർ നേരത്തെ തന്നെ അതിൻ്റെ അലോട്ട്മെന്റും കാര്യങ്ങളെല്ലാം നോക്കി കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് പോവുക. പിന്നെ എന്താ പറയുക, ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം അറിയാലോ, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അഡ്മിഷൻ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം ഈ വട്ടം എനിക്ക് 3 അഡ്മിഷൻ ഒക്കെ കയറിയിട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോ കാണുന്ന പറയാണ് അഡ്മിഷനൊക്കെ വന്നേക്കണേ. പിന്നെ കഴിഞ്ഞ വർഷം നമ്മളോട് അഡ്മിഷൻ എടുത്തവർ കണക്ട് ചെയ്തിട്ട് അങ്ങനെ 2 അഡ്മിഷനൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ മാർക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു +2ൻ്റെ. എല്ലാവരും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും ഡയറക്റ്റ് ഒരു ഏജൻസിക്കും കൊണ്ട് സർട്ടിഫിക്കറ്റോ പൈസ ഒന്നും കൊടുത്തേക്കില്ല. ഇപ്പൊ എന്നോട് അഡ്മിഷൻ എടുത്തവർക്കറിയാം. കഴിഞ്ഞ വർഷമാണെങ്കിലും 3 പേര് 4 പേര് എടുത്ത്, ഈ വർഷമാണെങ്കിലും എടുത്തിട്ടുണ്ട്. അപ്പം ഒരു കോളേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് പറയാം. നമ്മളെ ഇഷ്ടപ്പെട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു, ഇന്ന കോളേജ്, മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ കോളേജിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ചെറിയൊരു പേയ്മെന്റ്, അതൊരു 1000 രൂപ 1200 രൂപ രജിസ്റ്റർ ചെയ്യുന്നതിന്. ആ ഒരു പൈസ മേടിച്ചിട്ട് കോളേജ് കൊണ്ട് കാണിച്ച് അവർക്ക് ഓക്കെ ആണ്, വീട്ടുകാർക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം സ്റ്റുഡൻറ്റിന് സർട്ടിഫിക്കറ്റും ബാക്കി ഫീസും കാര്യങ്ങളും എത്രയാണ് കോളേജിൽ തന്നെ പറഞ്ഞ് അപ്പോൾ അടയ്ക്കാൻ അവർ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ മേടിച്ച് അവിടെ നിന്ന് അടച്ചിട്ട് അതിൻ്റെ റെസീറ്റ് ഒരു 1 അല്ലെങ്കിൽ 2, ചിലപ്പോൾ ആ ടൈമിൽ തന്നെ എടുത്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കും. ഓഫീസിൽ തിരക്കല്ലേ 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റെസീറ്റും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുക്കും. ഇപ്പം എനിക്ക് എടുത്ത അഡ്മിഷൻ ആണെങ്കിൽ 2 പിള്ളേരുടെയൊക്കെ പേരൻസ് പുറത്താണ്. പേയ്മെന്റ് തന്നു, കറക്റ്റ് സ്ലിപ്പും കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെ എടുത്ത് കൊടുത്തു. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം നാട്ടിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ, ബാംഗ്ലൂര് കോളേജിനെ കുറിച്ച് തന്നെ അറിഞ്ഞുകൂടാ. ഈ ആൾക്കാർ പറഞ്ഞുള്ള അറിവുള്ളൂ. കുറച്ച് പേരൊക്കെ അറിയാം, ഈ പഠിച്ചവർക്കും മക്കളെ പഠിച്ച് പാസ് ഔട്ട് ആയി പോയവരും അവിടെ ജോലി ചെയ്തവർക്കൊക്കെ അറിയാം. അല്ലാത്തവരൊക്കെ കൊണ്ടുവന്ന് പൈസയൊക്കെ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് കുറെ പേര് വിട്ടുപോയിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ പറയാണ്, കുറെ പേര് അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. ഈ വർഷം എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വെച്ച് എന്നെ വിളിച്ചു പറഞ്ഞു, ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കോളേജിൽ ഇരിക്കുക, പൈസ 2 ലക്ഷം രൂപ അടച്ചിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം കഴിഞ്ഞ വർഷം പഠിക്കാനും പോയില്ല, പൈസ പൈസ റിട്ടേൺ വേണമെന്ന് പഠിക്കാൻ താല്പര്യമില്ല, റിട്ടേൺ പൈസ വേണമെന്ന് അവർ സർട്ടിഫിക്കറ്റും കൊടുക്കുകയില്ല, കാശും കൊടുക്കുക. മാക്സിമം ഒരു 50,000 രൂപ അടച്ച് സീറ്റ് ബ്ലോക്ക് ചെയ്യുവാണെങ്കിൽ ചില കോളേജ് ആ ഫണ്ട് റീഫണ്ട് ചെയ്യും. മിക്ക കോളേജിൽ റീഫണ്ട് ചെയ്യാറുണ്ട്. 50,000 രൂപയ്ക്ക് എൻ്റെ ഒരു സീറ്റ് വന്നിട്ട് നമ്മുടെ ചേച്ചിയുടെ എൻഗേജ്മെന്റിന് പോയ സമയത്താണ് അവർക്ക് പൈസ ഇട്ടുന്നത് 50,000 രൂപ. എന്നിട്ട് 44 രൂപ 45 രൂപ ഞാനത് റീഫണ്ട് എൻ്റെ കോളേജിൽ മെഡിക്കൽ കോളേജിൽ എടുത്തു കൊടുത്തു. 50,000 രൂപ കളിക്കുകയാണെങ്കിൽ നമുക്ക് റീഫണ്ട് എടുത്തു കൊടുക്കാം. ചെറിയ കുഞ്ഞു തുകയൊക്കെ അടച്ചു കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യുക കോളേജിൽ നിന്ന്. അപ്പം ഇവിടെ എൻ്റെ കോളേജിൽ ഫിസിയോതെറാപ്പിക്കും BPTക്കും
നേഴ്സിങ്ങിനും പിന്നെ MITക്ക് ഞാൻ സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ GNM ചേർന്നില്ല. GNM കഴിഞ്ഞ ചേച്ചിയുടെ സീറ്റ് തന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം ചേച്ചി GNM. അതെങ്ങനെ വെച്ചാൽ ആ ചേച്ചി സീറ്റ് തന്നില്ല. ആദ്യം ആ ചേച്ചി പറഞ്ഞു മോനെ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട, മെഡിക്കൽ കോളേജ്. മോനെ കോളേജ് നമ്മൾ എൻ്റെ കോളേജ് മെഡിക്കൽ കോളേജ് GNM ഇല്ല, GNM ഉള്ള കോളേജ് ചെയ്യണം. അതിന് ഞാൻ കോളേജ് നല്ല നോക്കി തള്ളി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഓക്കെയാണ്. പുള്ളിക്കാരി 5000 രൂപ തന്നു രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. കറക്റ്റ് ഞാനുള്ള പിറ്റേ ദിവസം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കോളേജ് വിളിച്ചിട്ടുണ്ട്. സീറ്റ് കാലി. എന്താ വെച്ചാൽ ഇപ്പം മെഡിക്കൽ കോളേജ് GNM ഇല്ല. കുറെ കോളേജ് GNM കളഞ്ഞിട്ട് BSc സീറ്റ് കൂട്ടി 250 സീറ്റാക്കി BSc. ഞങ്ങളുടെ കോളേജിൽ അതുപോലെ തന്നെ. എന്നിട്ട് അപ്ലിക്കേഷൻ ഞാൻ പൈസ മേടിച്ചില്ല, 5000 രൂപ. ഞാൻ വിളിച്ചു ചോദിച്ചു, അവരൊന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് ഇടാം, എന്നിട്ട് മാർക്ക് ബേസ് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ഏതെങ്കിലും പിള്ളേർ ക്യാൻസൽ അടിച്ച് പോവുകയാണെങ്കിൽ. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു എന്താ ചെയ്യണം. അപ്പൊ അവർക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു പൈസ ഞാൻ തിരിച്ചിട്ടേക്കണം, ഞാൻ ഒന്നുകൂടെ തപ്പട്ടെ വേറെ ഏതെങ്കിലും കോളേജ്. നമുക്ക് കോളേജ് ഇഷ്ടംപോലെ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടംപോലെ ഉണ്ട്, എവിടെയും വേണമെങ്കിൽ കൊണ്ട് കയറ്റാം. അങ്ങനെയല്ല, നമുക്ക് നല്ലൊരു കോളേജിൽ പോസ്റ്റിങ്ങും എക്സാമും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്ന, അത്യാവശ്യം നല്ല മെസ്സും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള കോളേജ് വേണം എടുക്കാൻ. നമ്മൾ പൈസ കൊടുത്തിരിക്കുന്നില്ലേ. അപ്പം ഞാൻ കുറേ ദിവസം ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് മെനക്കെട്ട് കുറേ അന്വേഷിച്ചിട്ട് ഞാൻ തപ്പി. ആ അമ്മ എന്നോട് പറഞ്ഞു മോനെ നീ പൈസ തിരിച്ചിട്ടുണ്ട്, അതിൻ്റെ വെച്ചോ, നീ നല്ല കോളേജ് തപ്പി എടുത്ത് പറയാൻ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നല്ലൊരു കോളേജ് സെലക്ട് ചെയ്തു. അവിടെ 1000 രൂപ രജിസ്റ്റർ ചെയ്യണമായിരുന്നു, അത് അടച്ചു. 10000 രൂപ കൊടുത്ത് സീറ്റ് ബ്ലോക്ക് ചെയ്തു. അപ്പം GNM കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഇപ്പൊ കൊമേഴ്സ് പിടിച്ച പിള്ളേർക്ക് GNM അല്ലെങ്കിൽ ഡിപ്ലോമ 10ാം ക്ലാസ് ഉള്ള പിള്ളേർക്ക് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, DMLT അങ്ങനെയുള്ള കോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ 10ാം ക്ലാസ് ബേസിലുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെ +2 കൊമേഴ്സ് ആയിട്ടുള്ളവർക്ക് ഹ്യൂമാനിറ്റീസ് ഉള്ളവർക്ക് GNM, BBA, മറ്റേ ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ അങ്ങനെയുള്ള കോഴ്സും ചെയ്യുന്നുണ്ട്. അല്ലാതെ MBBS, MDS, BDS അങ്ങനെയുള്ള കോഴ്സും ചെയ്യുന്നുണ്ട്. അതിന്റെ ബ്രോഷർ അതിന്റെ കൂടെ ഇട്ടേക്കാം. അപ്പം കഴിഞ്ഞ വർഷം MBBS സീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ എന്താ പറയുക, BSc റേഡിയോളജി, റെസ്പിറേറ്ററി, അലൈഡ് ഹെൽത്ത് സയൻസ്, BSc MLT, അനസ്തേഷ്യ, അങ്ങനെ എല്ലാത്തിനും ഓൾമോസ്റ്റ് ഒരു കോളേജ് എന്തൊക്കെ ഉണ്ടോ. ഈ നേഴ്സിംഗ് മാത്രമല്ല കേട്ടോ, ഒരുപാട് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് കോഴ്സ് ഉണ്ട്, നല്ല ശമ്പളം കിട്ടുന്ന കോഴ്സ് ഉണ്ട്. റേഡിയോളജി, ഫിസിയോതെറാപ്പിക്ക് നല്ല ശമ്പളം കിട്ടുന്ന. ഇപ്പൊ പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നേഴ്സിംഗ് വേണം. അയ്യോ നേഴ്സിംഗ് വേണം, എൻ്റെ ചേച്ചി നേഴ്സാ, അല്ലെ കസിൻ സിസ്റ്റർ നേഴ്സാ, നമുക്ക് നേഴ്സിംഗ് വേണം. അതല്ല, മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് കോഴ്സ് ഉണ്ട്, നല്ല പൈസ ശമ്പളം കിട്ടുന്ന നല്ല കോഴ്സ് ഉണ്ട്. ഇപ്പം ഫിസിയോതെറാപ്പിക്ക് ആണെങ്കിൽ ഡോക്ടറേറ്റ് ആക്കി, ഡോക്ടറിന് തുല്യമാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പം അങ്ങനെ കുറെ കോഴ്സ് ഉണ്ട്. അപ്പം എല്ലാം നല്ല രീതിയിൽ സെർച്ച് ചെയ്യുക. ഒരു കോഴ്സ് എടുക്കുന്നതിന് ഇവിടെ സെർച്ച് ചെയ്യുക നല്ലപോലെ, എന്നിട്ട് മാത്രം എടുക്കുക. ഇല്ല കണ്ടിന്യൂറ്റി വേണം ഒരുപാട്. ഇപ്പം ഞാൻ ഡിഗ്രി എടുത്തു, ഒരു ഇഷ്ടത്തിന് പറഞ്ഞ് ചാടിക്കയറി BA എക്കണോമിക്സ് എടുത്തു. പിന്നെ PGക്ക് പോകാൻ വേണ്ടി അതിനുള്ള വലിയ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ ഡിഗ്രിയുടെ ഒരു സർട്ടിഫിക്കറ്റിന് കുറെ ജോലിക്ക് വേണ്ടി അറിഞ്ഞു. ചെല്ലുന്നിടത്തൊന്നും ശമ്പളമില്ല, സാലറി ഇല്ല, എക്സ്പീരിയൻസ് ഇരുന്നുകൊണ്ട് പലയിടത്തും ഒഴിവാക്കി വിട്ടു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പിന്നെ പഠിക്കാൻ പോകുന്ന ഈ സർട്ടിഫിക്കറ്റ് പിടിച്ചാൽ പോകാൻ തോന്നുന്നില്ല. അപ്പൊ നമ്മൾ പഠിച്ചു പോകുന്നതിന് ഒരു കണ്ടിന്യൂറ്റി വേണം. അപ്പം സെലക്ട് ചെയ്യുന്ന കോഴ്സ് അതുപോലുള്ള കോഴ്സ് വേണം. അപ്പം നല്ല നല്ല കോഴ്സ് ചൂസ് ചെയ്യാം. മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുള്ളൂ. എന്ന് വെച്ചാൽ കോവിഡ് വന്നപ്പോൾ നമുക്ക് എപ്പോഴും പണി കാണും, അത്യാവശ്യം നല്ല ശമ്പളം കിട്ടും. പിന്നെ ആർക്കെങ്കിലും നേഴ്സിങ്ങിനോ GNM-നോ വേറെ ഏത് മെഡിക്കൽ കോഴ്സിനാണേലും, അല്ലെ BBA, ഏവിയേഷൻ അങ്ങനെയുള്ള കോഴ്സിനൊക്കെ ആണേലും പറഞ്ഞാൽ നമ്മുടെ എൻ്റെ നമ്പർ നമ്മുടെ യൂട്യൂബിന്റെ സബ്സ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അല്ലാതെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ഉണ്ട് നമ്പർ. നമ്മുടെ സ്പൈസസിന്റെ സെയിലിന് അതിൻ്റെ ഉണ്ട്, അല്ലാതെ എൻ്റെ ബ്രോഷറിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം. കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ അഡ്മിഷൻ ഓൾറെഡി കുറെ പേരൊക്കെ എടുത്തിട്ടുണ്ടാവും. പിള്ളേർ പാസ്സാവുന്ന ഉറപ്പുള്ള പേരൻസ് ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. അവരെടുത്ത കോളേജ് നല്ലതാണോ ഇല്ലയോ എന്നും പറഞ്ഞുതരാം. പിന്നെ INC KNC അപ്രൂവൽ ആയിട്ടുള്ള കോളേജാണോ എന്ന് പറഞ്ഞുതരാം. പിന്നെ ആ കോളേജ്, ചില കോളേജൊക്കെ INC ആണെന്ന് പറഞ്ഞാൽ ഒരു ബ്രോഷർ തരും. ആ INC അപ്രൂവൽ ആയിട്ടുള്ള 100 സീറ്റിനായിരിക്കും. പക്ഷെ ആ കോളേജ് പഠിക്കുന്ന 300 പേരായിരിക്കും. ആ 300 പിള്ളേരില് 100 പേർക്ക് INC അപ്രൂവലിന്റെ ഇത് കിട്ടുള്ളൂ. അങ്ങനെ കുറെ വഴികളൊക്കെ ഉണ്ട്. കർണാടകയാണ്, ബാംഗ്ലൂർ ആയാലും, മംഗലാപുരം ആയാലും, ചെന്നൈ ആയാലും, ഹൈദരാബാദ് ആയാലും, കോയമ്പത്തൂർ ആയാലും, എല്ലായിടത്തും ഓരോ കോളേജിലും പല പല ഉടായ്പകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഗ്യാസ് കൊണ്ടുവരുന്ന ചേട്ടൻ, ആ ചേട്ടന് ആദ്യം മോനെ സീറ്റ് നോക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വന്നേ ബാംഗ്ലൂര്. പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ബാംഗ്ലൂരൊക്കെ ഭയങ്കര അലമ്പാ പിള്ളേരെ, ബാംഗ്ലൂർ വീടുന്നിരുന്നുണ്ട്
പുള്ളി കോയമ്പത്തൂരാണ് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാനിവിടെ പുള്ളിക്കാരൻ മോൻ വന്നിട്ട് 2 മാസം ഇത് തിരിച്ചു പോയി. ഞാൻ അവിടെ ഹോസ്റ്റലിൽ നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡില്ല, തമിഴ്നാട് ഫുഡാ, എന്നിട്ട് ഇപ്പം കൊച്ചിന് വയ്യ, അസിഡിറ്റി അങ്ങനെ വന്നിട്ട് ഇപ്പം കോളേജുകാർ ലീവും കൊടുക്കുന്നില്ല, കൊച്ചിന് വയ്യാതെ വന്നാൽ എത്തു പോകാറായി, ഇനിയിപ്പം വിടുന്നില്ലെന്ന് ഓർത്തിട്ട് അതുകൊണ്ട് തിരിച്ചു വന്നു. അപ്പം തമിഴ്നാട് കോയമ്പത്തൂർ സൈഡൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഫുഡ് ഭയങ്കര അപ്സെറ്റാണ്. ഇപ്പം ബാംഗ്ലൂരിൽ റീസെന്റ് ആയിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, മറ്റേ BTech കോളേജ് എന്നൊരു കോളേജില്. അപ്പം നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിത്തത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ഒരുപാട് പിള്ളേർ ഇപ്പം KEയുടെ എക്സാം ഉണ്ടായിരുന്നു ഞാൻ അടുത്തിടയ്ക്ക്, ഞാൻ എല്ലാവരും പറയുന്നത് KEയുടെ എക്സാം എഴുതാൻ ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ രജിസ്ട്രേഷൻ കൊണ്ടു എന്തോ ഒരു പേരൻസ് എക്സാം എഴുതാൻ ഇത്രയും മലയാളം പിള്ളേർ കേരളത്തിൽ പഠിക്കണമെന്ന് തോന്നുന്നത്. അത് നേഴ്സിനോട് ഇത്രയും താല്പര്യം ഉണ്ടോ എന്ന് തോന്നിയത്. റെയിൽവേ സ്റ്റേഷൻ 2 സൈഡിലും ഫുള്ള് മലയാളി ഗേൾസും പോയി എക്സാം എഴുതാൻ വേണ്ടി വന്നാ. എന്നിട്ട് ടിക്കറ്റ് ഒന്നും ട്രെയിനിൽ അടയില്ല, രാത്രി ഫുള്ള് അവിടെ നിൽക്കുക പിറ്റേ ദിവസം ട്രെയിനിൽ കയറി പോകാൻ വേണ്ടി. അപ്പൊ അതുപോലെ തിരക്ക് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറയാണ്, നമ്മള് ചൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലത് നോക്കി ചൂസ് ചെയ്യാം. പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ ഇൻസിഡന്റ് ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഇപ്പം മംഗലാപുരത്ത് എന്തെങ്കിലും ഒരു കോളേജ് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരത്തോട്ട് പോകും, മംഗലാപുരം സൈഡിലോട്ട് പിള്ളേരെ വിടുന്നില്ല. അങ്ങനെ നമ്മൾ BTech കോളേജ് എനിക്ക് അഡ്മിഷൻ നോക്കി പോയ കോളേജാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ബാംഗ്ലൂരിൽ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയിപ്പം ബാംഗ്ലൂർ വേണം, ബാംഗ്ലൂർ അലമ്പ, പിള്ളേരെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ആ ഒരു മെന്റാലിറ്റിക്ക് മാറണം. എല്ലാ കോളേജിലും അങ്ങനെ ആയിരിക്കില്ല. ഏതെങ്കിലും കോളേജ് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ആ ഒരു സ്റ്റുഡന്റിന്റെ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല, കോളേജിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അത് നടന്നത്. അപ്പം എല്ലാ കോളേജിലും അങ്ങനെ ആയിരിക്കില്ല. അപ്പം കഴിഞ്ഞ ഇൻസിഡന്റ് വെച്ച് നമ്മളിങ്ങനെ പിള്ളേരെ വിടാതിരിക്കുക, അങ്ങനെ മെന്റാലിറ്റിയൊക്കെ മാറ്റുക. അപ്പം നല്ല കോളേജ് നോക്കി സെലക്ട് ചെയ്യുക, പിള്ളേരെ പഠിപ്പിക്കാൻ വിടുക, എല്ലാം നല്ല രീതിയിൽ അന്വേഷിക്കുക. പേരന്റ് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഏജന്റ് വഴി എടുക്കുവാണെങ്കിൽ സർട്ടിഫിക്കറ്റോ പൈസയോ അഡ്വാൻസ് ആയിട്ട് കൊടുക്കില്ല. ഒരു ഏജന്റ് വഴി എടുക്കുവാണെങ്കിൽ തന്നെ കോളേജിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു, അങ്ങനെ ഞങ്ങൾ കോളേജ് കാണാൻ വരട്ടെ, നിങ്ങളിവിടെ കാണുമോ, എന്നിട്ട് വരിക, കോളേജെല്ലാം പോയി കാണാം, പിള്ളേരുടെ അഭിപ്രായമൊക്കെ ചോദിക്കുക, എന്നിട്ട് മാത്രം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാവുള്ളൂ. കുറെ കഴിഞ്ഞു ഇപ്പൊ ഞാനും പപ്പയും അമ്മയും കൂടെ എത്ര കോളേജ് ചോദിക്കുന്നു. ഈ ഇൻസിഡന്റ് ഉണ്ടായ കോളേജ് ഞങ്ങൾ പോയത്, BTech കോളേജ് ഞാനും പപ്പയും അമ്മയും എല്ലാം പോയതാണ്. അവിടെ ചെന്ന് കോളേജും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്യാമ്പസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കോളേജ്. പക്ഷെ എന്താ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്ന റീസൺ എന്താന്ന് ന്യൂസിൽ വരുന്നതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ റീസൺ. പല കാര്യങ്ങളും പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേർ പഠിക്കും, അലമാൻ പോകുന്ന പിള്ളേർ വീട്ടുകാരും ഇല്ല പേരൻസും ഇല്ല ഭയങ്കരമായിട്ട് അലമ്പി പോകും. അതിപ്പം ബാംഗ്ലൂരും അല്ല മംഗളൂരാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പ്രോപ്പറായിട്ട് പറഞ്ഞെങ്കിൽ എറണാകുളത്ത് വിട്ടാൽ മതി 10 ദിവസം പഠിക്കാൻ വേണ്ടി. അൽമ മനസ്സുള്ള പിള്ളേർ എറണാകുളം പോയാലും ആകാം. നമുക്ക് ഇതൊക്കെ തിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം സെലക്ട് ചെയ്യുന്ന കോളേജും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഏതെങ്കിലും ഒരു കോളേജിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാനാണേലും അഡ്മിഷൻ എടുക്കാനാണേലും ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിപ്പോ മംഗലാപുരത്തായാലും ഏത് കോളേജ്, ഞാനിപ്പോ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും കറങ്ങി. ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ വിട്ടാണേലും പഠിത്തത്തിന്റെ കൂടെ തന്നെ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇടയ്ക്ക് ഞാൻ മംഗലാപുരം പോകാറുണ്ട്. ഇവിടെ ഒരു ദിവസം ഹൈദരാബാദ് പോകേണ്ട വന്നു, പക്ഷെ ഞാൻ പോയി എന്റെ കൂട്ടുകാരനെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവിടെ ഇവിടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ട് ഓരോ കോളേജിലും. അപ്പൊ അത്യാവശ്യം ഏതൊക്കെ കോളേജിന്റെ അഫിലിയേഷൻ ഉണ്ട്, അതായത് ഓരോ കോളേജിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് DMD യൂണിവേഴ്സിറ്റി തന്നെ പല ടൈപ്പ് ഉണ്ട്. ഈ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഒക്കെ നല്ലതാണ്, ടീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം അവിടെയൊക്കെ INC എന്ന് പറയും, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഇത്ര സീറ്റ് അഫിലിയേഷൻ ഉണ്ട്. ചിലപ്പം BSc 50 സീറ്റ് ആണ്, ചിലപ്പോൾ 100 സീറ്റ്. മെഡിക്കൽ കോളേജാണ് 250 സീറ്റ്. ആ 250 സീറ്റിൽ INC അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയാലും നമുക്ക് അതുകൊണ്ട് ഗൾഫിൽ പോകാൻ പറ്റുള്ളൂ. ഇല്ല നേഴ്സ് പഠിച്ചതെന്ന് സർട്ടിഫിക്കറ്റിന് നാട്ടിലെ ക്ലിനിക്കിൽ നിൽക്കാനേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും നേഴ്സിംഗ് പഠിക്കുന്ന നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, പുറത്തു പോയി നല്ല ജോലി മേടിക്കണം, പുറത്തു പോയാൽ നല്ല ശമ്പളം കിട്ടുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കോളേജിൽ നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. ഇപ്പൊ എന്റെ കോളേജിൽ മെഡിക്കൽ കോളേജ്, എന്റെ കോളേജിൽ വർക്ക് ചെയ്ത് GNMല് പഠിച്ച് പാസ്ഔട്ട് ആയവരൊക്കെ എന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ അസുഖം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മുടെ കോളേജിൽ സീനിയേഴ്സ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ചില കോളേജുകളുണ്ട് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പം അത് പ്ലേസ്മെന്റ് ഉണ്ടോ, പ്രോപ്പറായിട്ട് എക്സാം നടക്കുന്നുണ്ട്. ചില കോളേജ് എക്സാം ഒന്നും ഇല്ല, 3 വർഷമായിട്ടും ഫസ്റ്റ് ഇയറിലെ എക്സാം ഇല്ലാത്ത കോളേജൊക്കെ ഉണ്ട്.
എക്സാം ഉണ്ടോ, പിന്നെ ഫുഡ്. ബാംഗ്ലൂർ അല്ല മംഗലാപുരം അല്ല ചെന്നൈ എവിടെ പോയാലും ഫുഡിന്റെ കാര്യത്തിൽ എല്ലാം പക്ക് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ചില കോളേജൊക്കെ ബെറ്റർ ആയിട്ട് കിട്ടും. പിന്നെ നല്ല ഫുഡ് കിട്ടിയാൽ പോലും നമ്മൾ സ്ഥിരം ഇത് കഴിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. എനിക്ക് എന്താ പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം എന്നും എഗ് റൈസ് കിട്ടും, നല്ല ടേസ്റ്റുള്ള സാധനം. പക്ഷെ നമ്മൾ 10 ദിവസം ഇത് കഴിക്കുന്നുണ്ടോ, എന്നും വ്യാഴാഴ്ച നിൽക്കുമ്പോൾ ഈ എഗ് റൈസ്. സൺഡേ ചിക്കൻ ഫ്രൈ കിട്ടും, ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പൊറോട്ടയും കിട്ടും സൺഡേ. പക്ഷെ ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ടേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമുക്ക് കിട്ടി നമുക്കൊരു പുച്ഛമാണ്. ബുധനാഴ്ച ചിക്കൻ ഫ്രൈ കിട്ടും എൻ്റെ കോളേജിൽ. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത്, മുട്ട കിട്ടും, പാല് കിട്ടും, 4-5 മണിക്ക് ചെറുകടിയും ചായ കിട്ടും, എല്ലാം കിട്ടും എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നാട്ടിലെ ഫീലിങ്സ് നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാം കൊള്ളത്തില്ല ആ ഒരു മെന്റാലിറ്റിയാണ്. അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ വരിക, നല്ല രീതിയിൽ പഠിക്കുക, പോവുക, അതൊക്കെ പറയാനുള്ളൂ. എനിക്ക് എത്ര പറയാൻ കാരണം എന്ന് വെച്ചാൽ ആർക്കും അബദ്ധം അമളിയൊന്നും പറ്റില്ലേ. എല്ലാ വർഷവും ഈ 4-5 പേര് വിളിച്ചിട്ട് ഇങ്ങനെ തേക്കൂട്ട ഞങ്ങളുടെ പൈസ അവിടെ പോയി ഇവിടെ പോയി, ഇന്ന ആൾക്കാർ കൊണ്ടുപോയി, ഇന്ന ഏജൻസിക്കാർ കൊണ്ടുപോയി, ഞങ്ങളുടെ പൈസ ഇന്ന കോളേജ് കൊണ്ട് അതൊന്ന് മേടിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിക്കണം. ഞാൻ 2-3 പേർക്ക് കോണ്ടാക്ട് ചെയ്തൊക്കെ ചെയ്ത് നോക്കി. ഇപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ പറയാം 50,000 രൂപ മണ്ട എവിടെ അടച്ചാലും ഞാൻ പറയും റീഫണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ റീഫണ്ട് ചെയ്യാൻ പറ്റും. അത് ഇത്ര അവിടെ അക്കൗണ്ട് സെക്ഷൻ ചെയ്ത് അവിടെ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് എത്ര ചാർജ് പിടിക്കും, അത് കഴിഞ്ഞിട്ട് എത്ര കിട്ടും, എല്ലാം ഞാൻ പ്രോപ്പറായിട്ട് പറയും. പിന്നെ ചില കോളേജ് കിട്ടുകയില്ല, അവിടെ ഞാൻ പറയും ഇന്ന കോളേജ് റീഫണ്ട് ഇല്ല, സീറ്റ് എടുക്കുന്നത് ഇത്ര രൂപ. കറക്റ്റായി നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഏജന്റ് എന്ന് പറയുമ്പോൾ നാട്ടിൽ കുറേ ഏജൻസികളുണ്ട്, അല്ലാതെ പുറത്തുള്ള ഏജൻസികളുണ്ട്, ബാംഗ്ലൂർ ഏജൻസികളുണ്ട്. ഇവർ പ്രോപ്പറായിട്ട് ഒരു ഡീറ്റെയിൽസും ഒരു പേരൻസിനും കൊടുക്കുക. പിന്നെ പേരൻസ് ഇവരെ വിളിക്കുമ്പോൾ ഇവർ നിങ്ങൾ ബാംഗ്ലൂർ വാ, ഒരു 2 വട്ടം ബാംഗ്ലൂർ വന്നു കഴിയുമ്പോൾ ട്രെയിൻ ഒരു ദിവസം നഷ്ടം, ടൈം നഷ്ടം, പൈസ നഷ്ടം. കുറച്ചു നേരം കഴിഞ്ഞ് ഇതിന്റെ പുറകെ പോവുക, അന്വേഷണം വേണം നോക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച പേരൻസ് ആണെങ്കിൽ പറഞ്ഞു ഞങ്ങൾ 2 പേരൻസ് കൂടി 4-5 വട്ടം പോയി. ഒരു വട്ടം 300-400 രൂപ ട്രെയിൻ ടിക്കറ്റ്, ബസ്സിന് പോകണമെങ്കിൽ 10,500 രൂപ ടിക്കറ്റാ, 4-5 വട്ടം പോയി. ലാസ്റ്റ് ചെന്നപ്പോൾ അവരുടെ കാലം പിടിച്ചിരുന്ന അവർ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് തന്നു, പൈസ തന്നില്ല. പൈസ നിങ്ങൾ കേസ് കൊടുത്തോ കോടതി വെച്ച് തരാത്ത പറഞ്ഞു. കന്നഡക്കാരുടെ കോളേജല്ലേ, അപ്പൊ ചിലപ്പം അവര് അങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടുകാരല്ലോ. പക്ഷെ കന്നഡക്കാരാണെങ്കിലും ചില കോളേജ് നല്ല ഇടപെടലുണ്ട്. പിന്നെ എല്ലാവരും ഒരു പ്രശ്നമുണ്ട്. ബാംഗ്ലൂർ ആണെങ്കിൽ മലയാളി മാനേജ്മെന്റ് ഉള്ള കോളേജാണെന്ന് നോക്കും. മലയാളി മാനേജ്മെന്റ് അടിപൊളിയാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈക്വൽ ആയിട്ടാണ് തോന്നിയത്. മലയാളി മാനേജ്മെന്റ് ആണെങ്കിലും കന്നഡ മാനേജ്മെന്റ് ആണെങ്കിലും പഠിക്കുന്ന പിള്ളേർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോ, പ്രാക്ടിക്കൽ ഉണ്ടോ, പോസ്റ്റിംഗ് ഉണ്ടോ, എക്സാം പ്രോപ്പർ നടക്കുന്നുണ്ടോ, അത് പിള്ളേർ ചോദിച്ച് മനസ്സിലാക്കാം, അഡ്മിഷൻ എടുക്കാം. നമ്മൾ ഇവിടുത്തെ പിള്ളേർ കിട്ടുന്ന നോട്ടും കാര്യങ്ങളും പഠിപ്പിനും വെച്ച് പഠിച്ച് പാസ്സായി പോവുക, വേറെ അലുപ്പുറത്ത് പരിപാടിക്ക് പോകാതിരിക്കുക. മലയാളീസൊക്കെ വന്നു കഴിഞ്ഞാൽ ചില പിള്ളേരൊക്കെ മംഗലാപുരം സൈഡിലാണ്. കഴിഞ്ഞ ദിവസം മംഗലാപുരം സൈഡിൽ നിന്ന് ഒരു കോളേജ് നോക്കുമ്പോൾ അവിടുത്തെ ചെക്കന്മാരെക്കാൾ നാട്ടിൽ പെൺപിള്ളേരാണ്. മംഗലാപുരം സൈഡിൽ ഒരു കോളേജിൽ പോകും. അവിടുത്തെ ഒരു സോഷ്യോളജി പഠിപ്പിക്കുന്ന ടീച്ചർ പറയാം ഇന്ന പോലെ ശ്രീകുട്ട കാര്യങ്ങളാണ് എന്നെ അറിയുന്നതാണ്, ഇങ്ങനെ അഡ്മിഷൻ ആയിട്ട് വിളിക്കുന്ന. കോമേഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്ന പിള്ളേർ ടീച്ചിങ് ഫീൽഡിലൊക്കെ എടുക്കുക. ഇപ്പൊ ടീച്ചർമാരുടെ എണ്ണമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചുപേരൊക്കെ ടീച്ചിങ് ഫീൽഡിലൊക്കെ എടുക്കുക. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുക്കുക. പൊളിറ്റിക്സിലോട്ടൊക്കെ ഇപ്പൊ കണ്ടില്ല, കഴിഞ്ഞ വർഷം നമ്മുടെ ഇലക്ഷനിലാണെങ്കിലും പാലയിലൊക്കെ കണ്ടില്ലേ കുറെ നമ്മുടെ പ്രായമുള്ള ചെറുപ്പക്കാര് പിള്ളേര് 25, 26, 30 വയസ്സുള്ളവരൊക്കെ ഇലക്ഷനിലൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുക. ഈ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ അറിവ് കിട്ടും, രാഷ്ട്രീയത്തിലോട്ടൊക്കെ വരാൻ പറ്റും. പുതിയ തലമുറകളൊക്കെ വരുമ്പോൾ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ വേണ്ടതാണ് നമ്മുടെ സമൂഹത്തിന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്തു കൊടുക്കും. നിങ്ങളുടെ പരിചയത്തുള്ള അയൽവക്കക്കാരോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ ആരെങ്കിലും നേഴ്സിങ്ങിനോ മറ്റേ മെഡിക്കൽ ഫീൽഡിൽ എവിടെയെങ്കിലും കോഴ്സിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടുമെങ്കിൽ അത്ര ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജ് അഡ്മിഷൻ എടുക്കേണ്ട കാര്യത്തിനാണെങ്കിലും അവർക്ക് ഉപകാരപ്പെടുമായിരിക്കും. ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്കൊരു ചാനലുള്ളതുകൊണ്ട് ഇതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റുന്നു. നമുക്കിതൊക്കെ കുറെ 2-3 വർഷമായിട്ട് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇത് പറയണത്. നമ്മളെക്കാട്ടിലും അറിവുള്ള ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ചിലപ്പോൾ
അപ്പൊ അവര് ചിലപ്പോൾ പറയും ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടപ്പം ചോദിച്ചു, നിനക്ക് സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പൈസ കിട്ടുകയല്ലേ, അതുകൊണ്ടല്ല നീ ഇങ്ങനെയെന്ന്. ഇപ്പൊ എനിക്കൊരു സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ഏജന്റ് ആണെങ്കിൽ ശരിയാണ്, എനിക്കിപ്പോ ഒരു 15 ലക്ഷം രൂപയുടെ സീറ്റ്, ബിസിനസിന്റെ സീറ്റൊക്കെ ലാസ്റ്റ് ഭാഗം 15 ലക്ഷം രൂപ വരും ഒരു മെഡിക്കൽ കോളേജൊക്കെ സീറ്റ്. എനിക്കൊരു 16 ലക്ഷം രൂപ 17 ലക്ഷം രൂപ കയറ്റി വെച്ചുവാണെങ്കിൽ ഞാനൊരു ഏജന്റാ, എനിക്കൊരു ഏജൻസി ഉണ്ട്, അതിന്റെ അംഗീകാരമുണ്ട്. മറ്റേ ഏതൊരു പ്രസ്ഥാനത്തിനും മറ്റേ ഇതൊക്കെ വേണം, എന്താ അത് തുടങ്ങുന്ന ഒരു ലൈസൻസ് വേണം, ലൈസൻസ്. അങ്ങനെയുള്ള ലൈസൻസ് ഒക്കെ ഉണ്ടായാൽ ശരിയാണ് എനിക്ക് കണ്ടവൻ പൈസ ഒക്കെ കയറ്റി വെച്ച് സീറ്റൊക്കെ ചെയ്ത് വലിയ ആളാകാം. പക്ഷെ ഞാനങ്ങനല്ല, എന്നെ പഠിക്കാൻ പോകുന്ന പിള്ളേരല്ലേ, എന്തേലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഒരു നല്ല കോളേജിൽ സീറ്റ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കോളേജിൽ ചെറിയൊരു പേയ്മെന്റ് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഞാനൊരു സീറ്റ് ചെയ്യുന്നത് എനിക്ക് കോളേജിൽ നിന്ന് ചെറിയൊരു പേയ്മെന്റ് കിട്ടും. അത് വലിയ എമൗണ്ട് ഒന്നുമില്ല, 10, 50, 1 ലക്ഷം ഒന്നുമില്ല, ചെറിയ തുച്ഛമായ പേയ്മെന്റ് കിട്ടും. അത് കിട്ടുവാണെങ്കിൽ എനിക്ക് എന്റെ ചെലവിലുള്ള പൈസ ആവും. പിന്നെ അതിലുപരി എനിക്ക് സന്തോഷം കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവര് നമ്മുടെ കോളേജ് വരും, അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് കോളേജ് വരും. അപ്പം നമുക്ക് അവരുമായിട്ട് ബന്ധമാവും. പിന്നെ ഞാൻ പറഞ്ഞ പലരും എന്നെ മക്കൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി അച്ചാറ്, ചിപ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് മോഹിച്ചല്ല അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞ കേട്ടോ. ആ ഒരു ബന്ധം നമുക്ക് പുതിയൊരു ബന്ധം ഉണ്ടാവും. അത് ഭയങ്കര സന്തോഷമുള്ള കേസാണ്. പിന്നെ ചെറിയൊരു പേയ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞു, ചെറിയൊരു തുക എനിക്ക് കിട്ടും, തുച്ഛമായ തുക കിട്ടും. പിന്നെ നല്ല ഈ അവര് വരും തിരിഞ്ഞു തിരിഞ്ഞു കണ്ട ഏജൻസിക്കാർക്കൊക്കെ പൈസ കൊടുത്ത് ഏതെങ്കിലും പൊട്ട കോളേജിൽ പോയി പെടുന്നതിനെക്കാട്ടും നല്ലതല്ലേ നമുക്ക് അറിയാവുന്ന ആൾക്ക് നല്ലൊരു കോളേജ് എടുത്തു കൊടുക്കുന്നത്. അതാണ് മെയിൻ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല ഈ ബാംഗ്ലൂര്, മംഗളൂരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ചില സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് മാത്രമേ കാണുള്ളൂ, തൊട്ടടുത്ത് ഒരു കടകളോ ഒരു വീടോ പോലും കാണില്ല. തുമ്പൂർ സൈഡിൽ നിന്ന് തുമ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഏരിയ പോയി കഴിഞ്ഞാൽ ചില കോളേജിന്റെ അടുത്ത് നിയറസ്റ്റ് ഒരുപാട് വീട് കണ്ടു. ഇപ്പൊ എന്റെ കോളേജ് പറയുന്നത് തൊട്ട് ഫ്രണ്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, ചുറ്റുപാട് ഫുള്ള് കടകളുണ്ട്. ഞങ്ങളുടെ കോളേജിന് അവിടെ തന്നെ നിയറസ്റ്റ് ആയിട്ട് 3-4 കോളേജ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ ദന്തൽ കോളേജ് ഉണ്ട്, കുറെ കോളേജ് ഉണ്ട്. ഞാനൊരു കോളേജിൽ പോയിട്ടാണെങ്കിലോ ഒരു 3 കെട്ടിടം മാത്രമേ. ഫസ്റ്റ് ഫ്ലോറിൽ BSc കാര്, അതിന്റെ സെക്കൻഡ് ഫ്ലോറിൽ BSc ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, അങ്ങനെ 4 തരാം. ഇപ്പുറത്തെ സൈഡില് ബോയ്സിന്റെ ഹോസ്റ്റല്, അപ്പുറത്തെ ബിൽഡിംഗ് എടുത്തിട്ട് ഗേൾസിന്റെ ഹോസ്റ്റല്, പിന്നെ ഒരു കോമ്പൗണ്ട്, ഒരു ബസ്, പിന്നെ കുറെ മൈതാനം മാത്രമേ. നമ്മള് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി തിരിച്ചു വരിക, അതുപോലെ കുറെ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ ചുമ്മായിട്ടേക്കാം. ഒരു മനുഷ്യന്മാരില്ല. ബസ് പോകുന്നത് വെച്ചാൽ രാവിലെ വേണ്ടി ഓരോ ബസ് വരും. നാട്ടിൽ പോകുന്ന ഈ ബസ് നോക്കി കയറിയിട്ട് മത്സ്യക്ക് വന്നിട്ടാണ് പോകുന്നത്. അപ്പം അവര് ആ കോളേജിൽ പക്ഷെ ഒട്ടും ഫീസ് ഇല്ല, 6 ലക്ഷം രൂപയാണ് ഫീസ് ഇതുള്ളൂ. പക്ഷെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കോളേജിൽ ഉത്തരവാദിത്തം ഒരു മനുഷ്യനില്ല പ്രദേശം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളേജ് എടുക്കുമ്പോൾ നമുക്ക് ട്രാവലിംഗ് നോക്കണം, നമ്മുടെ സേഫ്റ്റി നോക്കണം, കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മംഗലപുരത്തെങ്ങാണ്ട് ഈയിടെ ഒരു ചെക്കൻ വഴിയിൽ മലയാളി ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ കാറിന് വന്ന് കാറെ കയറ്റിയിട്ട് തോക്ക് വെച്ചിട്ട് അതിന്റെ ബാഗ്, വാച്ചും ഫോണും പേഴ്സും മേടിച്ചു പോയി കന്നഡക്കാര്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സേഫ്റ്റി ഒക്കെയാണ്. പിന്നെ ഗേൾസിനൊക്കെ എല്ലാ കോളേജിലും ഹോസ്റ്റൽ ടൈമിംഗ് ഉണ്ട്, 6 മണി. ഇപ്പൊ ഞങ്ങളുടെ കോളേജ് 6 മണി ടൈമിംഗ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് ഇറങ്ങാൻ 8 മണിക്കാണ്. 8 മണിക്ക് ബസ്സിൽ പോകണം, 9 മണിക്ക് തിരിച്ചു വരുമ്പോൾ കറക്റ്റ് 9 മണിയാകുമ്പോൾ വാണം വന്നിട്ട് നമ്മളുടെ പേര് വിളിക്കും. ഓരോ റൂമിലും വന്നിട്ട് 2 കാണുന്നു. റൂമിൽ 6 പേരുണ്ടെങ്കിൽ 6 പേരെ പേര് വിളിക്കും. ഇപ്പൊ ഒരു കുട്ടി ബാത്റൂമിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാടാൻ വിളിക്കും. ആ കുട്ടി ഇറങ്ങി വന്ന് ഫേസ് കണ്ടതിന് ശേഷം സൈൻ ഇട്ട് വിടും. നമ്മുടെ കോളേജിൽ അങ്ങനെ കേട്ടോ. ഞാൻ ഒരു ദിവസം സൈൻ ഇടാതെ ഇവിടെ വന്നത് ഭയങ്കര വിഷയമായതാണ്, അല്ലേ മേ വാർഡന്. അപ്പം മിക്ക കോളേജിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഒരുപാട് ഉള്ളിൽ പൈസ നോക്കി ഒരുപാട് ഉള്ളിലോട്ടായിട്ടുള്ള കോളേജിൽ നിന്ന് പോയി എടുത്തേക്കില്ലേ. അപ്പം നേഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെ സാലറി മതി നമ്മൾ പഠിക്കുന്ന ഫീസിന്റെ തുകയാകാൻ വേണ്ടി. അതായത് ഒരു 10 ലക്ഷം രൂപ 8 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നേഴ്സിംഗ് പഠിച്ചിറങ്ങാം. ഏറ്റവും കുറഞ്ഞൊരു 8 ലക്ഷം രൂപയ്ക്കും 15 ലക്ഷം രൂപയ്ക്കും ഇടയ്ക്കുള്ള ഫീസുള്ള കോളേജ് നേഴ്സിംഗ് പഠിക്കുക. ഇല്ലാത്ത കോളേജ് ഫെസിലിറ്റീസ് ഒന്നും കാണില്ല. ഉണ്ടെങ്കിൽ തന്നെ എക്സ്ട്രാ പൈസ നമ്മൾ മേടിക്കും. നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ വേറെ ഈ നമ്മൾ പറയുന്ന തുക തന്നെ ആവും, 10 ലക്ഷം രൂപ 9 ലക്ഷം രൂപയൊക്കെ ആവും. പിന്നെ GNM-നാണേലും ഇപ്പം GNM നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ടുണ്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3.25 ഉണ്ടായിരുന്നു നമുക്ക് GNM-ന് അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ് തന്നെ 3.50 6 ലക്ഷം രൂപയ്ക്കാണ് മെഡിക്കൽ കോളേജിൽ GNM-ന് റേറ്റ് വരുന്നത്.
പിന്നെ കുറഞ്ഞതും ഉണ്ട് കേട്ടോ, നല്ല കോളേജസ് ഉണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ, കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ, ഏതെങ്കിലും കോഴ്സിന് അറിയാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, എല്ലാം പറഞ്ഞുതരാം. അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പം